സുരേന്ദ്രൻ പറഞ്ഞു ഗണപതി വട്ടം. ഞാൻ പറഞ്ഞു സുരേന്ദ്ര, ഒരു ചെറിയ ആനുകൂല്യം ചെയ്താൽ നന്നായിരുന്നു. ഈ ഗണപതി വട്ടം എന്നുള്ളത് ഗണേശ വട്ടം എന്നൊന്നാക്കി തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം എനിക്ക് പിന്നെ ചത്താലും പ്രതിമ വെക്കണ്ടല്ലോ. അങ്ങനെ സുരേന്ദ്രനെ ഒന്ന് കാണാനിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഒരു അഭ്യർത്ഥന കൊടുക്കാൻ വേണ്ടി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗുകാരൻ അവന്റെ സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ വയ്യ എന്ന് പറയുന്ന നാണക്കേടാണ് ഇന്ന് മുസ്ലിം ലീഗ് അനുഭവിക്കുന്നത്. ആലോചിച്ച് പാവപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകന് അവന്റെ സ്വന്തം പതാക മടക്കി ഉടുപ്പിന്റെ അടിയിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ പോകേണ്ട ഈ മുന്നിൽ എവിടെ തിരികെ വെച്ചിട്ട് വേണമെങ്കിൽ പുറത്തെടുത്താൽ മുഖത്തെ വേർപ്പ് തുടയ്ക്കാം എന്നുള്ള വീണ്ടും അവിടെ തന്നെ തിരികെ വയ്ക്കണം. പുറത്തെടുക്കാൻ പാടില്ല. എന്തിനാ? കോൺഗ്രസിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന് അവരുടെ പതാക, അതായത് ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച വയനാട് മണ്ഡലത്തിൽ 3 നിയോജക മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നിയമമണ്ഡലങ്ങളും മുസ്ലിം ലീഗിന് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ വോട്ടാണ് ഈ 3.5 ലക്ഷം രൂപ വോട്ട് വാങ്ങി ഭൂരിപക്ഷം വാങ്ങി രാഹുൽ ഗാന്ധി ജയിച്ചത്. ആ മുസ്ലിം ലീഗിന് BJP-ക്കാർ കോൺഗ്രസിന് പഴിചാരും. മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ പാകിസ്ഥാന്റെ കൊടി പോലെ ഉണ്ട് എന്ന് വടക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിക്കും. അതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടം വരും. അതുകൊണ്ട് നിങ്ങൾ കൊടി വെടിയിലെടുക്കരുതേ എന്ന് പറയാം. ഈ മുസ്ലിം ലീഗിന് നേതാക്കന്മാർക്ക് ഇനിയും നാണമില്ല. അണികൾ അവനാകെ അസ്വസ്ഥനാണ്. ഒരു പാർട്ടി പ്രവർത്തകന്റെ അവകാശമാണ് അവന്റെ പതാക. ആ പതാക എടുത്ത് ഉയർത്തി കാണിക്കാൻ അനുവദിക്കാത്ത മുസ്ലിം ലീഗിന്റെ നേതൃത്വം കോൺഗ്രസിനും UDF-നും അടിയറ വെച്ചിരിക്കും. അധികാരത്തിന് വേണ്ടി അടിയറ വെച്ചിരിക്കുകയാണ്. അല്ലേ? അവരവിടെ നിൽക്കാനുള്ള നാണമുണ്ടോ അവർക്ക്? എന്താണ് ഇവിടെ? BJP-കാരനെ ഭയന്നിട്ടാണ് മുസ്ലിം ലീഗുകാരനെ കൊടി പുറത്തെടുക്കരുത്. BJP-കാരൻ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടവനെ ഇഷ്ടപ്പെടില്ല, പോടാ എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ? നീ പോടാ എന്ന് പറയാനുള്ള ധൈര്യമില്ല. അപ്പൊ എന്താ മുസ്ലിം ലീഗുകാർ പറഞ്ഞു ദയവ് ചെയ്ത് കൊടി വെടിയിലെടുക്കരുത് എന്ന് പറയാം. എന്താ ഗതികേട്? കോൺഗ്രസ്സുകാരനെ അപ്പൊ ആരെ ഭയന്ന് ജീവിക്കുന്നു? BJP-കാരനെ ഭയന്ന് ജീവിക്കുന്നു കോൺഗ്രസ്സുകാരൻ. ഞാൻ പറഞ്ഞല്ലേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കുള്ള അവകാശം എന്താ? ഭയമില്ലാതെ. ബ്രിട്ടീഷുകാരനെ 200 കൊല്ലം പഠിച്ചു. ഭയമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കണം. ഒരു മുസൽമാനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ആര് തന്നെയായാലും ദളിതരായാലും ഭയമില്ലാതെ ജീവിക്കണം. മുടക്കി എന്താ കാണുന്നത്? ദളിതനായ ഒരു കുട്ടി അവന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കുതിരപ്പുറത്ത് കയറി, നമ്മൾ കണ്ടല്ലോ. അവന്റെ കവാലക്കുറ്റി കഴിച്ച് താഴെ ഇറങ്ങി. ഇപ്പോഴും ദളിതരുടെ സ്ഥിതി വടക്കേ ഇന്ത്യയിൽ ഇത് തന്നെ. അവനൊരു ആഗ്രഹം തോന്നി, എല്ലാവരും കുതിരപ്പുറത്ത് കയറി കല്യാണം കഴിച്ചു പോവൊക്കെ ഇട്ട് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നു. അവനും ആഗ്രഹം തോന്നി, അവനും മനുഷ്യനല്ലേ, അവനും അവന്റെ വിവാഹം ആഘോഷിക്കണ്ടേ. അവനൊരു കുതിരയുടെ പുറത്ത് കയറി അവന്റെ നിലയ്ക്ക്. അവൻ പൈസ കൊടുത്തൊരു കുതിരയെ വാടകയ്ക്ക് എടുത്തതിന്റെ പുറത്തിരുമ്പോ അവനെ മാരകമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ. അപ്പൊ ഈ മുന്നോക്കക്കാരനും പ്രമാണിയും പാവപ്പെട്ടവനും ദളിതനും എല്ലാം ഇന്നും വടക്കേ ഇന്ത്യയിലൂടെ ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട സൂര്യയുടെ ഒരു സിനിമയുണ്ട്, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തെ കുറിച്ച് പറയുന്ന ഒരു സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന്. ആ സിനിമയില് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പാമ്പ് പിടിച്ച് ജീവിക്കാൻ മാത്രമാണ് അവകാശം. പാമ്പ് പിടിച്ച് അതിന്റെ വിഷം എടുത്തു കൊടുക്കുക. അവർക്ക് നിഷേധിക്കുന്ന നീതിയെ കുറിച്ച് ഈ ആധുനിക കാലത്തിൽ തമിഴ്നാട്ടിൽ പോലും ദളിതനായ ഒരു പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുന്ന കാഴ്ചയാണ് ആ സിനിമയിൽ. നമ്മുടെ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ സിനിമ. സൂര്യ അഭിനയിച്ച വളരെ ഹിറ്റായ സിനിമയാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. ജയ് ഭീം എന്ന് പറഞ്ഞ പടമാണ്. ജയ് ഭീം എന്ന് പറയുമ്പോൾ നമുക്ക് അംബേദ്കറെ ഓർമ്മ വരും. അംബേദ്കർ ജീവിച്ച നാട്ടിൽ, അദ്ദേഹം ഭരണഘടനയുടെ നാട്ടിൽ ദളിതൻ അനുഭവിക്കുന്ന യാതന നമ്മൾ ആ സിനിമയിൽ കണ്ടു. ഈ അടുത്ത കാലത്തെ കാര്യമാണ് പറയുന്നത്, സ്വതന്ത്ര ഭാരതത്തിലെ കാര്യം പറയുന്നത്. പക്ഷെ കേരളത്തിൽ അതുണ്ടോ? ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ, ഒരു ദളിതനെ ദേഹത്ത് കൈവയ്ക്കാൻ കേരളത്തിൽ കഴിയുമോ? ചീത്ത പറയാൻ കഴിയുമോ? കേരളത്തിൽ അത് ചെയ്യുമോ കേരളത്തിലെ ജനങ്ങൾ? ഇല്ല. എന്താണ്? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവർ. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച്. തൃശ്ശൂര് ഇന്ത്യയുടെ തന്നെ, കേരളത്തിന് മാത്രം ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക തലസ്ഥാനമാണ്. നാളെ പൂരമാണ്. ലോകമാകാംക്ഷയോടെ കാണാൻ, ജാതി മതങ്ങൾക്ക് അതീതമായി, ഭാഷകൾക്ക് അതീതമായി കാണാൻ കൊതിക്കുന്ന തൃശ്ശൂർ പൂരം. ആ പൂരം നടക്കുന്ന മണ്ണാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. സംസ്കാരത്തിന്റെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സാംസ്കാരിക കേന്ദ്രമായ തൃശ്ശൂരിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഒരു മര്യാദയും കാണിക്കണ്ട. നമ്മൾ അതിനകത്ത് വർഗീയത പാടില്ല. കാരണം കേരളത്തിൽ നിന്ന് പോകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഒരൊറ്റ മെമ്പറും കൂറുമാറില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്നാ കർണാടകത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസ്സുകാരൻ അവിടെ കാണുന്ന വല്ല ഉറപ്പുണ്ടോ? ഇപ്പൊ ഒരു പണക്കാരനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പണക്കാരെ കണ്ട പേടിക്കും മലയാളി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. DK ശിവകുമാർ എന്നൊരാളെ കൊണ്ടുവന്നു. ആരാന്ന് ചോദിച്ചാൽ കർണാടകത്തിലെ വലിയൊരു പണക്കാരനാണ്. ഇപ്പൊ ഡെപ്യൂട്ടിയാന്ന് പറഞ്ഞേ, ഡെപ്യൂട്ടിക്ക് 6 മാസം പ്രസിഡന്റ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ വലിച്ചു തറയിലിടും. എന്തുകൊണ്ടാണ് പിന്നോക്കക്കാരനും സമ്പന്നനുമല്ലാത്ത മുതിർന്ന കോൺഗ്രസ് നേതാവായ
സിദ്ധരാമയ്യെ കേരളത്തിൽ പ്രചരണത്തിന് കൊണ്ടുവരാൻ. മുഖ്യമന്ത്രി അവിടെ നിൽക്കുമ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പണക്കാരനായതുകൊണ്ട് മാത്രം വരികയാണ് കേരളത്തിലേക്ക്. പണം ആർക്കാണോ ആവശ്യമുള്ളവർ അവരെ മണ്ഡലത്തിൽ. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ആലപ്പുഴ ചെന്നപ്പോൾ അവിടുത്തെ UDF സ്ഥാനാർത്ഥി DK ശിവകുമാർ. ഞാൻ വിചാരിച്ചത് തടിക്കാരൻ നോക്കിയപ്പോൾ ശരി. എന്താ ക്വാളിഫിക്കേഷൻ? പൈസ ഉണ്ട് എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. ഇഷ്ടംപോലെ സ്വന്തം വിമാനത്തിലാണ് വന്നത്. ഞാൻ വടകരയ്ക്ക് പോകാൻ വേണ്ടി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ സ്വന്തം വിമാനം തിരുവനന്തപുരത്ത് ശശി തരൂരിലൂടെ യാത്ര. എന്താ കാര്യം എന്നറിയാം? അവിടെ വേറൊരു പണക്കാരൻ നിൽക്കുന്നുണ്ട്, BJP സ്ഥാനാർത്ഥി, ഒരു കോടീശ്വരൻ. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുത്തപ്പോ അദ്ദേഹം നികുതി കൊടുക്കേണ്ട പണം 850 രൂപ, 826 രൂപയ്ക്ക് 826 രൂപയ്ക്ക് ഇൻകം ടാക്സ് വാങ്ങിക്കാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ല. കേരളത്തിലെ ഒരു പ്രമുഖ ചാനലടക്കം, കന്നഡയിലെ ചാനലടക്കം, ബോംബെയിലെ ചാനലടക്കം കോടാനുകോടി രൂപയുടെ, അതായത് ഏഷ്യാനെറ്റ് ചാനലിനെ ഡിസ്നി വേൾഡിന് 1200 കോടി രൂപയ്ക്ക് വിറ്റ ആശാനെ 850 രൂപ അടച്ചാൽ മതി എന്നാ പറയുന്നത്. ടാക്സ് നമ്മൾ ഞെട്ടിപ്പോത്തല്ലേ ഉള്ളൂ. പാവം. കേരളത്തിലെ നിക്ഷേപം നടത്തണമെന്ന് വെമ്പുകയാണ് അദ്ദേഹത്തിന്റെ ഹൃദയം. അപ്പൊ അദ്ദേഹം ഇപ്പൊ അങ്ങ് വെമ്പുകയാണ്. കേരളത്തിൽ ഒന്നും വരുന്നില്ല, പിണറായി അവന്റെ കുഴപ്പക്കാരൻ, എനിക്ക് നിക്ഷേപിച്ചോളാൻ വയ്യ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ കേരളത്തിൽ ഏറ്റവും വലിയ നിക്ഷേപം നടത്തിയിരുന്ന ആളാണ്, BPL നമ്പ്യാർ. പാലക്കാട് BPL എന്ന കളർ TV, ഇന്ത്യയിൽ ആദ്യമായി കളർ TV ഉണ്ടാക്കി ഇറക്കിയ BPL നമ്പ്യാരുടെ ഫാക്ടറി പാലക്കാടായിരുന്നു. അദ്ദേഹമാണ് BPL മൊബൈൽ ആദ്യം, ഇന്ന് കാണുന്ന ഈ വോഡാഫോൺ എന്ന് പറയുന്ന സാധനം ആദ്യം BPL മൊബൈൽ ആയിരുന്നു. അതും ശ്രീ നമ്പ്യാര് എന്ന് പറയുന്ന മലയാളിയായ നിക്ഷേപകൻ, സംരംഭകൻ പാലക്കാടിന്റെ മണ്ണിൽ തുടങ്ങിയതാണ്. ഫോൺ നിർമ്മാണശാല. BPL ഫോൺ ഉണ്ടായിരുന്നു, ഈ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, ആദ്യം TV ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ വന്നപ്പോൾ ആദ്യം കേരളത്തിൽ വരുന്ന എസ്കോട്ടിലും BPL ആണ്, 2 കമ്പനികളാണ്. അത് BPL. ആ BPL-നെ വേരോടെ പാലക്കാട് പിഴുത് ബാംഗ്ലൂരിൽ കൊണ്ട് നട്ട മഹാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിക്ഷേപിച്ചോളാൻ വയ്യ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പത്തനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ ആ ലുലുമാളിന്റെ ഇപ്പുറത്ത് തിരുവനന്തപുരത്തിൽ ബോർഡിരിക്കുന്നു, ടെക് രാജീവിനെ വിജയിപ്പിക്കാം. ടെക് ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചതാട്ടോ. തിരുവനന്തപുരത്ത് 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത്. നല്ലൊരു കാലം സിനിമയിൽ അഭിനയിച്ചതും തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് തന്നെ. പക്ഷെ തിരുവനന്തപുരത്തുകാരെ ടെക്നിക്ക് പഠിപ്പിക്കാൻ ടെക് രാജീവായില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് എല്ലാ സ്ഥലത്തും, തൃശ്ശൂരിൽ നിന്നുള്ളവരും കോഴിക്കോട് നിന്നുള്ളവരും എല്ലാം തിരുവനന്തപുരത്ത് വന്ന് എല്ലാ ടെക്നിക്കും പഠിച്ചാരാ നമ്മള്. അവിടെ വന്നിട്ട് ഇയാള് ടെക് പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ടെക്നിക്ക് എന്ത് ടെക്നിക്കാണ്? നിക്ഷേപം വരാത്തോണ്ട, കേരളത്തിൽ നിക്ഷേപം വരാത്തോണ്ട് എന്നാ ഒരു 2 കോടി രൂപയുടെ നിക്ഷേപം അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ നടത്താൻ ഇനി പറ്റത്തില്ല, കാരണം 850 രൂപയല്ലേ ഉള്ളൂ ടാക്സ് കൊടുക്കാൻ. ഈ 850 രൂപ വെച്ച് ഒരു മോതിരം പോലും കിട്ടത്തില്ല, ഒരു പണയുടെ ഒരു മോതിരം പോലും കിട്ടത്തില്ല. ഇതുപോലുള്ള ആളുകൾ ഇറങ്ങിയിരിക്കുക. തൊലിക്കെട്ടി എന്ന് പറയുന്നത് BJP-ക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ കാണ്ടാമൃഗം. ഇന്നലെ ആലപ്പുഴ പ്രസംഗിച്ചപ്പോൾ അവിടെ സഹോദരിമാരോട് പറഞ്ഞ് കാണ്ടാമൃഗത്തിനെ തൊലിക്കെട്ടി എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, മന്ത്രിയാകാൻ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിയാവുന്ന പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി, ഇനി ഇതിനേക്കാളും വലിയ മന്ത്രിയാവും. ചെറയൻകിഴി ചെന്നപ്പോൾ അവിടെ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി പറഞ്ഞത് ഞാനാ മന്ത്രി എന്ന് പറയുന്നു. ഈ മന്ത്രിസഭ എത്ര പേരാ? അപ്പൊ സുരേന്ദ്രൻ കൊല്ലത്ത് വന്ന് പറയുന്നു കൊല്ലത്ത് മത്സരിക്കുന്ന ആളാണ് മന്ത്രി. ഇന്ന് അയാൾ തിരുത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാർ വെറുതെ പറയുന്ന ജയിച്ചാൽ ഞാൻ മന്ത്രിയാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുക കൊല്ലത്ത് നിന്ന്. ആലപ്പുഴ വന്നപ്പോ അതെല്ലാം കഴിഞ്ഞ് വനിതാ മന്ത്രിയായി മത്സരിക്കുന്ന, മന്ത്രിയായിട്ട് മത്സരിക്കുക. ഞാനും രാഷ്ട്രമൊക്കെ മത്സരിച്ചിട്ടുണ്ട്, MLA ആയിട്ട് മത്സരിക്കാറുണ്ട്, പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മത്സരിക്കാറില്ല. പക്ഷെ നാണം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് പലരും പറയും ഇലക്ഷൻ കഴിക്കുമ്പം കേരള കോൺഗ്രസ് പാർട്ടിയാണ്, ഞാൻ മുന്നണിയിലുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും ജയിച്ചു വന്നാൽ സാറ് മന്ത്രിയാകുമല്ലോ എന്നൊരു, LDF സർക്കാർ വന്നാൽ സാറ് മന്ത്രിയല്ലയോ എന്ന് പറയും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്കൊരു നാണം. അങ്ങനെ മന്ത്രിയാവാനല്ല, നമ്മൾ ജനങ്ങളോട് MLA ആവാൻ വന്നാൽ. ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന, ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന മന്ത്രിയാവാനല്ല, MLA ആവാൻ. പക്ഷെ വന്നപ്പോൾ നേരെ അങ്ങ് മന്ത്രിയായി എന്നുള്ളത് എൻ്റെ ഒരു തലയിലെഴുത്ത്, ദൈവത്തിന്റെ ഒരു തീരുമാനം 2001. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബോർഡ് വെച്ചേക്കുവാ വനിതാ മന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക BJP-യുടെ. അത് കഴിഞ്ഞ് തൃശ്ശൂർ വന്നപ്പം ഞാനാണ് മന്ത്രി. ഇവിടെ നെഞ്ചത്തടിച്ച് പറയുക ഞാനാണ്, യുവമാരൊന്നുമല്ല, ഈ അലവലാദികളൊന്നുമല്ല, ഞാനാണ് മന്ത്രി. സുരേന്ദ്രൻ വയനാട്ടിൽ നിന്ന് പറയുന്നു ഞാനാണ് മന്ത്രി. അങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞു ഗണപതി വട്ടം. ഞാൻ പറഞ്ഞു സുരേന്ദ്ര,
എനിക്ക് സുരേന്ദ്രന്റെ നമ്പർ അറിയത്തില്ല. ഞാൻ പലരോടും ചോദിച്ചൊന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ആനുകൂല്യം ചെയ്താൽ നന്നായിരുന്നു. ഈ ഗണപതി വട്ടം എന്നുള്ളത് ഗണേശ വട്ടം എന്നൊന്നാക്കി തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം എനിക്ക് പിന്നെ ചത്താലും പ്രതിമ വെക്കണ്ടല്ലോ, ഞാൻ ചത്താ പ്രതിമ വെക്കണ്ടല്ലോ. ഒരു സ്ഥലത്തിന്റെ പേര് ഗണേശ വട്ടം എന്ന് മാറ്റി കിട്ടി. ഇത് വട്ടമല്ല, ഇത് വട്ടമുള്ളതുകൊണ്ട് പറയുന്ന ഈ മാറ്റാമെന്നുള്ള നടക്കുന്ന കാര്യമല്ല. ഏതായാലും മാറ്റുന്നത്. എന്റെ അച്ഛൻ എനിക്ക് പേരിട്ടത് കൊട്ടാരക്കര ഗണപതിയുടെ പേരാണ് ഇട്ടത്. അപ്പൊ കൊട്ടാര ഗണപതിയുടെ പേരാണല്ലോ ഗണേശൻ, തെറ്റില്ല. ഗണപതി വട്ടത്തിന് വരെ ഗണേശ വട്ടം നിട്ടാൽ രണ്ടു കൂട്ടർക്കും ഒരു സന്തോഷമായി. അങ്ങനെ സുരേന്ദ്രനെ ഒന്ന് കാണാനിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഒരു അഭ്യർത്ഥന കൊടുക്കാൻ വേണ്ടി. ഈ രാജ്യത്തെ ജനങ്ങളെ കളിപ്പിക്കുകയാണ് പൗരത്വ നിയമം. ഇപ്പൊ കോൺഗ്രസ്സുകാരും ചോദിക്കുന്നു, BJP കാരും ചോദിക്കുന്നു, ഈ പൗരത്വ നിയമം ഇന്ത്യയിൽ വന്നുകൊണ്ടുകൊണ്ട് ഈ പിണറായി വിജയൻ എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. ഈ മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ നടപ്പിലാക്കത്തില്ല എന്ന് പറയുന്നത്. അങ്ങേർക്ക് എന്ത് കാര്യം? നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പൗരത്വ നിയമം നടപ്പിലാക്കിയ തെറ്റെന്നൊക്കെ LDFും പ്രസംഗിച്ചു പോകാറുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ രഹസ്യം എടുക്കും. ആ രഹസ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ മനസ്സിലാവും എന്താണ് പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തിൽ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലർക്കെങ്കിലും അറിയാം. ഈ പൗരത്വ നിയമത്തിന് അനുബന്ധമായ ഒരു പൗരത്വ രജിസ്റ്റർ എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ എല്ലാ പൗരന്റെയും പേരെഴുതും. അതിൽ ഇപ്പം ഇരിഞ്ഞാലക്കുട താമസിക്കുന്ന ഒരു മുസ്തഫ അല്ലെങ്കിൽ ഒരു അഹമ്മദ് എഴുതുകയാണ്, ഞാൻ ഇന്ത്യയുടെ പൗരനാണ്, അഹമ്മദ് ഇന്ന അഡ്രസ്സ്. നമുക്കറിയാം, നമ്മള് മുമ്പ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു, ഇപ്പം മുൻ മെമ്പറാണ്, മുൻപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാണേ. നമുക്കറിയാവുന്ന ആളാ, എല്ലാ ദിവസവും കാണുന്ന ആളാ കമ്പോളത്ത് വെച്ച്. പക്ഷെ ഏതെങ്കിലും ഒരു സംഘി പോയി എഴുതി കൊടുക്കുകയാണ്, ഈ അഹമ്മദ് എന്ന് പറഞ്ഞ ആള് ഇന്ത്യക്കാരനല്ല, ഇയാളെ അപ്പൂപ്പൻ പാകിസ്ഥാൻകാരനായിരുന്നു, ഇയാൾക്ക് പൗരത്വം ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അഹമ്മദിന്റെ ചുമതലയാണ് അഹമ്മദിന്റെ അപ്പൂപ്പന്റെ SSLC ബുക്ക് കൊണ്ടുവരണം. SSLC പരീക്ഷ അന്നില്ല, SSLC ബുക്ക് കൊണ്ടുവരണം. ആലോചിക്കണം. ജാതകം കൊണ്ടുവരാൻ പറ്റത്തില്ല. പണ്ട് ജാതകം കൊടുത്ത് നമ്മൾ ജോലിക്ക് കയറുമായിരുന്നു, സർക്കാർ ജോലിയിൽ. 75 വയസ്സാകുമ്പോഴേക്കാ പലരും പെൻഷൻ പറ്റി. അങ്ങനെയുള്ളവരും കഴിഞ്ഞു, അവരെ കാലവും കഴിഞ്ഞു. 1977 മുതൽ പാസ്പോർട്ട് എടുക്കാൻ പോലും ജനന സർട്ടിഫിക്കറ്റ് വേണം. ഈ അപ്പൂപ്പന്റെ ജനന സർട്ടിഫിക്കറ്റ്. എന്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ളയാണെന്ന് എനിക്കറിയാം, എന്റെ അച്ഛന്റെ അച്ഛൻ കീഴൂട്ട് രാമപിള്ളയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരുപക്ഷെ അച്ഛൻ മരിക്കുന്നതിനും അച്ഛനോട് ചോദിച്ചിരുന്നെങ്കിൽ അച്ഛന്റെ അപ്പൂപ്പൻ ആരായിരുന്നു എഴുതി വെക്കാൻ മതി. കാരണം അത്രത്തോളം നമ്മൾ എന്റെ അപ്പൂപ്പൻ ആരാണെന്ന് ചോദിക്കാൻ പറ്റും, അറിയാൻ പറ്റത്തില്ല. ആ നിലയിൽ ഈ അഹമ്മദ് തെളിയിച്ചില്ലെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യും. ഇയാൾ ഇന്ത്യൻ പൗരനല്ല, ജയിലിൽ കിടക്കണം. എന്നാൽ പാകിസ്ഥാൻ പൗരനാന്ന് പറഞ്ഞ് പാകിസ്ഥാനെ നടത്തിക്കൊണ്ട് അങ്ങോട്ട് തള്ളുമ്പോ അവര് കയറ്റിയാൽ അവിടുത്തെ ജയിലിൽ കിടക്കാം, അവര് കയറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ ജയിലിൽ കിടക്കാം. നമ്മുടെ കൂടെ ജീവിച്ച്, നമ്മുടെ പഞ്ചായത്ത് മെമ്പറായ, നമ്മുടെ കൂടെ നടന്ന്, നമ്മളോട് തമാശ പറഞ്ഞ് ചിരിച്ച്, നമ്മുടെ തോളിൽ കേട്ട് നടന്ന, നമ്മുടെ ക്ലാസ്സിൽ കൂടെ പഠിച്ച്, പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി, ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന നമ്മളെ പ്രിയപ്പെട്ട അഹമ്മദിനെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ കൊണ്ട് പൂച്ചക്കുട്ടിയെ ചാക്കിൽ കെട്ടിക്കളയുന്നതൊക്കെ കളയാൻ നരേന്ദ്രമോദിയെയും കൂട്ടരെയും RSSകാരെയും അനുവദിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ആ പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ ഉണ്ടാക്കില്ല എന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. അല്ലാതെ ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. ആ രജിസ്റ്ററിന്റെ പണി ഇവിടെ നടക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കുക. അല്ലാതെ എല്ലാവരും സതീശനും ചോദിക്കുന്നു, ഈ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇയാളാരാ പറയാൻ? ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി പറയുന്നു പൗരത്വ നിയമം വരണം. അത് മാത്രം പോരാ, ഏകീകൃത സിവിൽ കോഡ് വരണം. ആർക്ക് ഏകീകൃത സിവിൽ കോഡ്? ആർക്കാ? ഈ രാജ്യത്തറിയാം. നിങ്ങൾ വിചാരിക്കും ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കുമാണ് വ്യക്തി നിയമങ്ങളുള്ളതെന്ന്. അല്ല, ഏറ്റവും കൂടുതൽ ആചാരങ്ങളും കർശനമായ നിഷ്ഠകളും ഉള്ളത് ഈ രാജ്യത്തെ ആദിവാസികൾക്കാണ്. അവരുടെ ഇല്ല, അവർക്ക് ഭയങ്കര ചിട്ടവട്ടങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ പറയും ബ്രാഹ്മണനാണ് ആചാരങ്ങൾ. അതൊന്നുമല്ല. ബ്രാഹ്മണൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വയനാട്ടിലൊക്കെ പോകണം. ഞാൻ കുറച്ചാൾ വനം മന്ത്രി ആയിരുന്നോണ്ടറിയാം. അവരുടെ ആ ജീവിതത്തിലെ അടുക്കും ചിട്ടകളും അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരെ കൊന്നാലും ഒരു വ്യതിചരിയില്ല. അവരെയാണിത് ബാധിക്കാൻ പോകുന്നത്. ഇവരെ വിചാരം ക്രിസ്ത്യാനിയെ ബാധിക്കുന്നത്, മുസ്ലിമിനെ ബാധിക്കും, അങ്ങനൊന്നുമല്ല. ഏറ്റവും പ്രധാനമായ ആചാരങ്ങളുള്ളതും ജീവിതചര്യയിൽ ചിട്ടകളുള്ളതുമായ ഒരു വിഭാഗമാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടത്. വിവിധ വിഭാഗങ്ങളും ഓരോരുത്തരും അവരുടെ ഓരോ വിഭാഗത്തിനും പ്രത്യേകമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും. അതൊന്ന് മനസ്സിലാക്കണം. അത്രയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാതെ നമുക്കെന്ത് ഏകീകൃത സിവിൽ കോഡ്, അത് മുസ്ലിങ്ങൾക്കുള്ള പ്രശ്നം, ക്രിസ്ത്യാനികൾക്കുള്ള പ്രശ്നം, അതല്ല. ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി പറഞ്ഞു, ഞാൻ ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പിലാക്കുമെന്നാണ്. എന്നിട്ട് പറയുന്നു അദ്ദേഹം ഇഫ്താർ വിരുന്നിന് പോയതിനെ കുറിച്ച് ഞാൻ കളിയാക്കുന്നു എന്നാണ്. ഞാനല്ല, ഈ നാട്ടിലെ ഒരു ബോധമുള്ള എല്ലാവരും കളിയാക്കി. അപ്പൊ അതിന് മറുപടി എന്തുവാ? ഞാൻ കൊല്ലത്തുള്ള വലിയൊരു പഴയ മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഞാൻ ചാപ്പാട് അടിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇപ്പൊ നിൽക്കുന്ന പാർട്ടിയിൽ നിൽക്കാൻ പാടില്ല.
കാരണം ഒരു കലാകാരൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാം, പക്ഷെ ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെ ആളാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ഷർട്ടും കയ്യിലിട്ടിരിക്കുന്ന ഈ വളയും വാച്ചും മോതിരവും ഉടുത്തിരിക്കുന്ന മുണ്ടും ഉപയോഗിക്കുന്ന വാഹനവും അതിലടിക്കുന്ന പെട്രോളും ഈ രാജ്യത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ദളിതരും സർവ്വമതസ്ഥരും എന്റെ സിനിമകൾ കണ്ടപ്പോൾ എന്റെ പ്രൊഡ്യൂസർ കിട്ടിയ ഓഹരിയുടെ ഒരംശം മാത്രമാണെന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് കഴിയും. ഞാൻ എന്റെ സിനിമ കാണാൻ എല്ലാരും പറയണം, ഞാൻ പക്ഷെ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിറങ്ങി എന്റെ സിനിമ. അപ്പൊ ആരാണ് മാന്യൻ? ഈ BJP-യിൽ പോയി ചേർന്ന് അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണോ മാന്യൻ? ജനങ്ങളാണോ മാന്യൻ? കഴിഞ്ഞ 2 ആഴ്ച പറഞ്ഞ അയാളുടെ പടത്തിനും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം കയറി പടം കണ്ടു. ഒരു കലാകാരനല്ലേ എന്ന് വിചാരിച്ചു. ആ മര്യാദ തിരിച്ചിങ്ങോട്ട് വേണ്ടി, കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രം പടം കണ്ടാൽ ഇയാളെ മതിയെങ്കിൽ അതങ്ങ് പ്രഖ്യാപിച്ചോ. ഒരു കലാകാരന് ജാതി ചിന്തകൾ പാടില്ല. ഞാനിപ്പോ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയ നമുക്ക് ഇന്നസെന്റ് ചേട്ടൻ ഈ നാട്ടുകാരനാണ്, ഇടവേള ബാബു കൂടെ ഉണ്ട്, അവരുടെ ചോദിക്കും. സിനിമ അഭിനയിക്കാൻ പോയ പണ്ട് 2 നടന്മാർക്ക് ഒരു മുറിയാണ് കൊടുക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പൊ നടന്മാർക്ക് ഓരോരുത്തർക്കും പോകാൻ ഓരോ കാറ്, താമസിക്കാൻ ഓരോ സൂട്ട് റൂം. അതൊക്കെ ഇപ്പോഴത്തെ കാലമാണ്. അന്നത്തെ കാലത്ത് ഞാനൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ, ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി അഭിനയിക്കാൻ വരുമ്പോഴും 2 പേർക്ക് ഒരു മുറിയാണ്. ഞാൻ ഇയാളും കൂടെ ഒരു മുറി താമസിക്കുന്നു പലപ്പോഴും. പക്ഷെ ഇയാൾ നമ്മളെ കൂടെ താമസിപ്പിക്കത്തില്ല, കാരണം ഇയാളുടെ അനിയനെ കൊണ്ടുവന്നാണ് കൂടെ താമസിക്കുന്നത്. ഞങ്ങളാരും അനിയനെ കൊണ്ടുപോകാറില്ല, ബന്ധുക്കളെയും കൊണ്ടുപോകാറില്ല, ചിങ്കിടികളെയും കൊണ്ടുപോകാറില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സിനിമാ നടന്ന നിലയിൽ ഒരു മേക്കപ്പ്, ടച്ചപ്പ്, ചിങ്കിടി ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ എന്നോട് പലരും ചോദിക്കും എന്താന്ന് ചോദിക്കാൻ പറയും, നമ്മളെ തന്നെ ആളുകൾ സഹിക്കുന്നത്, ഇനിയിപ്പോ ഒരുത്തനെയും കൂടെ കൊണ്ടുപോയി അവനെയും കൂടെ സഹിക്കണ്ടേ? ഒന്ന് ആലോചിക്കണം. അത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥത അന്നേയുണ്ട്. വേറെ ആരെയും മുറി, ഞാനും കൊച്ചിൻ അനീഫയും ഒരേ മുറി താമസിക്കും, ഞാനും ഇന്നസെന്റ് ചേട്ടനും ഒരേ മുറി താമസിക്കും, ഞാനും കുഞ്ചേട്ടനും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്, ഞാനും മണിയമ്പള രാജു ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഒരേ മുറിയിൽ. ഞങ്ങൾ 2 പേർക്കാണ് ഒരു മുറി. ഒന്ന് ആലോചിക്കണം. ആ സ്നേഹം, ആ ബന്ധം, അത് ജാതിയുടേതാണോ? ഞാനും കൊച്ചിൻ അനീഫയും ഒരു ജാതിയാണോ? ഞാനും ലാലു ലക്ഷം ഒരു ജാതിയാണോ? ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു മുറിയിൽ. അന്നത്തെ കാലം അതിൽ നിന്ന് മാറിയിട്ട് ഒരു നടൻ സ്വയം ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുകയും മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, NSS-ൽ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കിയ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിൽ ഇന്നും നായർ സമുദായം ഓരോ കരയോഗത്തിലും പ്രതിജ്ഞ ചെയ്യാറുണ്ട്. എന്താ പറയുന്നത്? ഞാൻ എന്റെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കുന്നു, ഒപ്പം ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായതൊന്നും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് നായർ സമുദായം. ഈ ലോകത്ത് ഒരേ ഒരു സമുദായം പ്രതിജ്ഞ ചെയ്യുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ ജീവിച്ചു 100 വർഷങ്ങൾക്ക് മുമ്പ്. ജാതി വ്യത്യാസങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടി. നമ്മൾ അഭിമാനത്തോടെ കേരളം ഇന്നത്തെ നിലയിൽ എത്തിയത് ഇവരെ പോലെയുള്ള മഹാന്മാർ ഗുരുദേവനിൽ നിങ്ങളുടെ തുടങ്ങി ജാതി വ്യത്യാസങ്ങൾ അപമാനമാണ്, ജാതി ചോദിക്കുന്നതും പറയുന്നതും നാണക്കേടാണ് എന്ന് പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വർഗീയ കക്ഷികൾ RSS-ഉം BJP-യും ഒന്നും കേരളത്തിൽ കച്ചുപിടിക്കാത്തതും നിലം തൊടാത്തതിന്റെ കാര്യം എന്ന് പറയാം. നമ്മുടെയൊക്കെ ഉള്ളിൽ, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും ജാതി മത ചിന്തകളല്ല. എന്റെ കൂട്ടുകാരി, എന്റെ കൂട്ടുകാരൻ, എന്റെ കൂടെ എന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് എന്ന ചിന്തയാണ്. ഇത് അപകടകരമാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ, ഞാൻ പണ്ട് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ അടുത്ത കാലത്ത് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, മോനെ, പരിചയമുള്ള ഒരാളുടെ കൊച്ചുമകനാണ്, ഓടി വന്നു അങ്കിളെ എന്ന് പറഞ്ഞു. മക്കളെ എന്തുകൊണ്ട് വിശേഷം? പറഞ്ഞു, അങ്കിളെ ഈ ഫ്ലാറ്റ് വിടാന്ന് ചോദിച്ചോ? പറഞ്ഞു, അങ്കിളെ ഇതിലെല്ലാം ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നത്, ഇതിലെല്ലാം മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളൊക്കെ അപ്പുറത്താ. ആ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഈ വിഷം കുത്തിവെക്കുന്നവരെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ചു ഉറപ്പിക്കരുത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ. ഇതുകൊണ്ട് എന്ത് നേടുന്നു? ഇതുകൊണ്ട് എന്താണ് സുഖം? ഇവിടെ വരുമ്പോൾ ആളുകൾ പറയുന്നു, ഞാന് മതേതരവാദിയാണ്, ഞാന് കൊല്ലത്തെ ഏറ്റവും വലിയ ഒരു മുസ്ലിം കുടുംബത്തിൽ. ഞാനുണ്ട് സോഷ്യൽ മീഡിയ ഗണേഷ് കുമാറിനെ മുട്ടാൻ വരരുതെന്ന് മുട്ടും. ഞാൻ ബാലകൃഷ്ണയുടെ മോനാണ്. വെടിക്കെട്ടുകാരനെ ഓലപ്പടക്കം കാണിച്ചും ഉടുക്കുകൊട്ടിയും പേടിപ്പിക്കാൻ നോക്കല്ലേ പൊന്നോനെ. എനിക്ക് 10-65 വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാളുടെ പാരമ്പര്യമുണ്ട്. ഞാൻ 5 തവണ മത്സരിച്ചു, 5 തവണ ജയിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിൽ എന്നെ ജനങ്ങളെ വിശ്വാസമുണ്ട്. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. എനിക്ക് ഈ വലിയ ഒരു ആളുകളുടെ കൂട്ടി പശുവിലും നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ഞാൻ പറയാനുള്ള കാര്യം ആരോടും വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമയിലൊക്കെ വരുമ്പോ ഇന്നസെന്റിനെ കണ്ട പരിചയമല്ലേ നിങ്ങൾക്കുള്ളൂ? സ്നേഹനിധിയായ പാവപ്പെട്ട മനുഷ്യൻ, പേര് പോലെ തന്നെ നിഷ്കളങ്കനായ ഇന്നസെന്റിനെ ഇരിഞ്ഞാലക്കുടക്കാർക്കറിയാം, തൃശ്ശൂർക്കാർക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പെരുമാറുന്നവരുണ്ട്.
വലിയ വർത്തമാനം തള്ളിയാണ്. ഗണേഷ് കുമാർ 2 കല്യാണം കഴിച്ചു. കഴിച്ചു, എന്താ വേണം? പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ചെലവിന് കൊടുക്കാതെ RSS കാരന്റെ വീട്ടിൽ ചെന്നേടാ പോലെ എന്റെ കൊച്ചിനെ ചെലവിടാ എന്ന് പറഞ്ഞിട്ടില്ല. അവന്റെ ഒന്നും വായി നോക്കികളെടുത്ത് എനിക്ക് അതിനുള്ള വകയുണ്ട്, ഞാൻ കൊടുത്തോളാം, ഒരുത്തിനും വിഷമിക്കണ്ട. അതിന് യവന്മാരെ എണ്ണിക്കണ്ട, ഇവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥി എണ്ണിക്കണ്ട. അയാൾ പറയുന്നത് എന്നെ ഞാൻ എന്തോ ചെയ്യുന്ന വ്യക്തി നിയമം നടപ്പിലാക്കണമെന്ന് പറയാ, പൗരത്വ നിയമം നടപ്പിലാക്കണമെന്ന് പറയാ, ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറയാ. ഇതെല്ലാം പറഞ്ഞേച്ച് ഒരു പള്ളിയിൽ ചെന്ന് ഇസ്താർ കഞ്ഞി കുടിച്ചപ്പോ കളിയാക്കിയാൽ എന്താ തെറ്റെന്താ നിങ്ങൾ പറയാ? അത് 2 വെള്ളത്തിൽ ഒരുത്തം ചവിട്ടണ്ട, ഒരു വെള്ളത്തിൽ ചവിട്ടണം. ഒരു വെള്ളത്തിൽ ചവിട്ടും, 2 വെള്ളത്തിൽ ചവിട്ടിയാലേ കാലിങ്ങനെ കീറിപ്പോകുന്നത്. അത് ആ പറ്റിപ്പ് ഈ നാട്ടിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പറ്റിപ്പ് വേണ്ട. സിനിമയിൽ ഒരു നടനുണ്ടായിരുന്നു, അയാളുടെ ഒരു കുഞ്ഞ്, ഞാൻ പേര് പറയത്തില്ല, മരിച്ചു. പണത്തോടുള്ള കൊതിയെ കുറിച്ച് പറയാ. ഒരു സിനിമാ നടന്റെ കഥയാ. പഴയ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് മരിച്ചു, 3 വയസ്സ്. പറയുമ്പം എന്നെ ഏതാണ്ടങ്ങ് തേറ്റൊട്ടിച്ചല്ലി പറഞ്ഞു. അപ്പൊ എന്നാ കേട്ടോ, ആ നടന്റെ കുഞ്ഞ് മരിച്ചു. 3 വയസ്സുള്ള കുഞ്ഞ് മരിക്കുമ്പോ ഞാനന്ന് ഷാജി കലാസിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ കുറച്ചു കളഞ്ഞ് ഈ മരണമെല്ലാം കഴിഞ്ഞ് വലിയ ദുഃഖമൊക്കെ കഴിഞ്ഞ് ആ മരണത്തെ കുറിച്ച് ഒരാൾ മലയാള മനോരമ ആഴ്ചപ്പത്തിൽ 41 ലക്കം മകളുടെ ജീവിതവും മകളുടെ മരണവും ആ സെന്റിമെന്റ്സും പൈങ്കിളി ഭാഷയിൽ വിറ്റ് സൂപ്പർ സ്റ്റാർ പ്ലാൻ. ഇതൊക്കെ പ്ലാനുകളാ. ഒരാൾ ആരാന്ന് ഞാൻ പറയത്തില്ല, അയാൾ പിന്നീട് കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഈ സംവിധായകനെ കൊണ്ട് കള്ളം പറയുകയാണ്. അതായത് ഈ പറഞ്ഞ നീലക്കുറുക്കൻ എന്ന സിനിമയിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു റോളും ഇല്ല. ആ സിനിമ കണ്ടവർക്കറിയാം. 4 ചെറുപ്പക്കാരുടെ കഥയാണ്. അതിൽ 2 ലക്ഷം രൂപ ശമ്പളത്തിൽ ഈ കുഞ്ഞിനെ അഭിനയിപ്പിക്കാൻ വെച്ചിരുന്നതാണെന്നും 3 വയസ്സുള്ള കൊച്ചിന് 2 ലക്ഷം രൂപ റെമ്യൂണറേഷൻ വെച്ച് ഈ കുഞ്ഞും 60 വയസ്സ് വരെ സിനിമയിൽ അഭിനയിക്കുന്നു. ആ നിലയ്ക്ക് കോടാനുകോടി രൂപ, 20 കോടി രൂപ തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ട മാന്യന്മാര് സിനിമയിലുണ്ട്. എല്ലാവരും ഇന്നസെന്റ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ആരാ എന്തുവന്നൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോളം ഞാൻ പറയത്തില്ല, അതൊന്നും ഞാൻ പറയത്തില്ല. എന്നെ പറ്റി പറയുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഓടിയാ മുഴുക്കിയല്ല എന്ന് ഓർത്താൽ നല്ലത്. BJP-കാർ ഓർത്തോളൂ. RSS ഗണേഷ് കുമാറിന് ഈ ഓർമ്മ പോകുന്ന അസുഖമൊന്നുമില്ല, ഭയങ്കര ഓർമ്മശക്തിയാണ്. എണ്ണി പറയും. കൂടുതൽ കേൾക്കാൻ തയ്യാറായി റെഡി ആയിക്കോ, ഞാൻ എണ്ണി പറഞ്ഞു തരാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നന്ദിയും സ്നേഹമുള്ളവനെ വോട്ടിയാവൂ. അതാണ് സുനിൽകുമാറിന് വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. സുനിൽകുമാറിന് വോട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ്. നന്ദിയും സ്നേഹവും പാവപ്പെട്ടവനോട് കടപ്പാടും അധ്വാനിച്ചും. ഞാൻ തെങ്ങിൽ കയറുന്ന ആളുടെ മകനാണ്, ഞാൻ തെങ്ങിൽ കയറും, എനിക്ക് തെങ്ങിൽ കയറാൻ അറിയാമെന്ന് പറയുന്ന അയാൾ നെഞ്ചിൽ കൈവച്ച് പറയുന്ന അഭിമാനം. അല്ല, ഞാൻ മന്ത്രി എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. മന്ത്രിയായിരുന്നിട്ടുണ്ട്, സത്യസന്ധനായി പ്രവർത്തിക്കണം, അഴിമതി നടത്തിയിട്ടില്ല, അഴിമതി കൂട്ടുനിന്നിട്ടില്ല. MLA ആയിരുന്നിട്ടുണ്ട്, ശക്തമായ ഭാഷയിൽ എന്നെ ഞാൻ UDF ഉള്ള കാലത്ത് എന്നെ പോലും ശക്തമായി എതിർത്തിട്ടുണ്ട്. എനിക്കതിൽ പരാതിയില്ല. കാരണം അയാളുടെ ജോലി അതാണ്, ജനങ്ങളുടെ അയാൾ കൊടുത്തിരിക്കുന്ന വാക്കതാ. പാർലമെന്റിൽ പോയാൽ അവിടെ വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ നടപടിയും എടുക്കാൻ സുനിൽകുമാറിന് കഴിയും എന്ന് മനസ്സിലാക്കുക. ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു കോൺഗ്രസ്സുകാർ ഒരു ബഹളം വെച്ച് അടിച്ച ചെങ്കളിയിൽ പോയി. എന്താ പറയുക, എന്റെ കൂടെ പോയി ചീറി സാരി പിടിച്ചു വലിച്ചു, അയ്യോ. എന്നിട്ട് പുറത്ത് പോയി ഗാന്ധി പ്രതിമയുടെ മുമ്പിലേക്കും. അവിടെ ആരും വന്ന് അടിക്കത്തില്ല, കാരണം ഗാന്ധിജി സമാധാനത്തിന്റെ കാവൽപ്പടനാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയുടെ താഴെ പോയി നിന്നിട്ട് രാഹുൽ ഗാന്ധിയും കൂടെ വരും, ഒരു സെൽഫി എടുക്കും പോകും. രാഹുൽ ഗാന്ധി എന്നെ കേരളത്തിൽ വന്ന് മത്സരിച്ച 18 സീറ്റിലും കഴിഞ്ഞവണ കേരളത്തിലെ ബഹുഭൂരിപക്ഷ സീറ്റിലും 19 സീറ്റിലും LDF-നെ പരാജയപ്പെട്ടു. നമുക്കതിന് പരാതിയില്ല. കാരണം എന്താ അറിയാം, അന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ചാൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം വരികയും കോൺഗ്രസ് ഒറ്റ കക്ഷിയായി മാറിയാൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാകാൻ വിളിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാകാൻ വിളിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി വിളിക്കാൻ വേണ്ടി നിങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യുക. വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രചരണങ്ങളും കോൺഗ്രസ് നടത്തിയത് ജനങ്ങൾ വിശ്വസിച്ചു, നിഷ്കളങ്കമായി വിശ്വസിച്ചു. എന്നിട്ട് ജയിച്ചു, പ്രധാനമന്ത്രി ആയില്ല. അതിൽ പരാതിയില്ല, ജനാധിപത്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ പദവി സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ പ്രധാനമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തയ്യാറായില്ല? മറിച്ച് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി കൂടിപ്പോയി എന്ന് തോന്നിയപ്പോൾ ഓടിച്ചെന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോ നരേന്ദ്രമോദി ചോദിച്ചത് എന്തുവാ എന്ന് ചോദിച്ചു. ഒന്ന് ആലോചിക്കണം, പിടിച്ചു കെട്ടാൻ പോയവർ കെട്ടിപ്പിടിച്ചു. അതേസമയം TN പ്രതാപൻ പറയുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് വിരൽ ചൂണ്ടി. മുഖത്ത് മേപ്പോട്ടാണ്, ആക്ഷൻ ശ്രദ്ധിക്കണേ, മുകളിലാണ്. ഇതാണ് മുഖത്ത് കൊണ്ട് ഇങ്ങനെ ചൂണ്ടുണ്ട്. മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ച ഒരേ ഒരാൾ ഞാൻ. ഇപ്പൊ കോൺഗ്രസ് ആരോ കൂടാന്ന് മനസ്സിലായിക്കൊള്ളണം. മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു എന്ന് അവകാശപ്പെട്ട
പ്രതാപന് മാത്രമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് കേരളത്തിൽ അവസരം കൊടുക്കാത്തത് എന്നാലോചിക്കുക. അപ്പൊ കോൺഗ്രസ്സുകാരുടെ വികാരം എന്താണെന്ന് മനസ്സിലായില്ല. കോൺഗ്രസ് നേതൃത്വം ആരുടെ കൂടെയാണ്? ആരെ ഭയന്ന് ജീവിക്കുന്നു? രണ്ടു കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, ഭയന്നാ ജീവിക്കുന്നു പറഞ്ഞില്ല, ഭയന്ന് ജീവിക്കുന്നു. ഇവിടെ സംഖ്യകളെ എല്ലാം കൂടെ ഒരു ഹാളി കയറ്റി, ഒരു എയർ കണ്ടീഷൻ ഹാളി, നമ്മളിപ്പോ ചൂടത്തിരിക്കുക, ഒരു എയർ കണ്ടീഷൻ ഹാളി കയറ്റി ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പറയാനില്ല, എനിക്ക് അറിഞ്ഞോട്ടു എനിക്ക് അച്ഛനെയും അമ്മയും സ്നേഹമാണ്, എന്റെ ഭാര്യ. സിനിമയിൽ വേറെ നടന്മാരുണ്ട്, ഇന്നസെന്റ് അല്ല, ഇന്നസെന്റിനെ പോലുള്ളവരുമല്ല, മറ്റേന്റെ ബാക്കിയാ, ഇൻഷുറൻസിന് എഴുതി കൊടുത്തതിന്റെ ബാക്കിയാ. തന്റെ മകളുടെ പ്രായമുള്ള കൊച്ചിനെ രഹസ്യമായി താലി കെട്ടി കൊണ്ടു കിടന്നിട്ട് ഭാര്യയുടെ താലിയും പൊട്ടിച്ചു. എന്നിട്ട് തെറ്റാൻ തോന്നി കുറച്ചു നേരം മടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് വീണ്ടും ഭാര്യയെ മൂകാംബിയെ കൊണ്ട് താലി കെട്ടി. ഇതൊക്കെ ആരാണെന്ന് എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഊഹിച്ചെടുത്തോണം. സിനിമാ വാരികളൊക്കെ വായിക്കുന്നവർക്കും ഗൂഗിളിൽ തപ്പുന്നവർക്കും കിട്ടും. എന്നെ തെറി പറഞ്ഞെങ്ങാണ്ട് ഒതുക്കാന്ന് വിചാരിച്ചിരിക്കുമെന്നോ, അതിലെങ്ങാനും വഴങ്ങുന്ന ആളാന്നോ ഞാൻ? പോരാട്ടം തന്നെ ജീവിതം. 23 വർഷം മുമ്പ് രാഷ്ട്രീയത്തിൽ വന്ന അന്നോട്ട് കേൾക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല, അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. എന്റെ സുഹൃത്തുക്കൾ എന്നോട് എടാ സിനിമയിൽ അഭിനയിച്ച് ജീവിച്ചാൽ പറയാം, നീ എന്തിനാണ് ഈ കിടന്ന് ദുരിതം അനുഭവിക്കുന്നത്? ഞാൻ തീയിലൂടെ നടന്നു വന്നവനാണ്, എന്നെ പേടിപ്പിക്കുക, എന്നോട് കളിക്കുകയും ചെയ്യരുത്. മുട്ടാൻ വന്നാൽ എന്തോ മുട്ടാൻ വരും. രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് എനിക്ക്. ഞാൻ എന്റെ നാട്ടില് ഒരു കഥ പറയണം. ഇപ്പൊ ഇവിടെ ഞാൻ ജനപക്ഷത്താണെന്നാണ് പറയുന്നത്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു കഥ കൂടി നിങ്ങൾ കേൾക്കണം. പത്തനാപുരത്ത് നടന്നൊരു സംഭവം. പത്തനാപുരത്ത് പുന്നല എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മകൻ, ചെറുപ്പക്കാരനായ ഒരു പയ്യൻ, ബോംബെയിൽ ഒരു കപ്പലിൽ, ഇതിനകത്ത് എല്ലാം പറയും, സത്യം മാത്രമേ പറയൂ. ബോംബെയിൽ ഒരു കപ്പലിൽ ജോലി കയറി. ഇപ്പൊ ബോംബെയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. ഇപ്പൊ ഇതിന്റെ പരീക്ഷയുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു വർഷം 6 മാസം കണ്ട് ഈ കപ്പലിൽ പണിക്ക് വിടും. അപ്പൊ അവിടെ വരുന്ന ഏതെങ്കിലും ഒരു ഷിപ്പിൽ, ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു ഷിപ്പിൽ അവർ തന്നെ അറേഞ്ച് ചെയ്യും. ഒരു ഷിപ്പിനകത്ത് ഈ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കയറുന്ന 2 കുട്ടികളാണ്. ഈ പയ്യനും ഡൽഹി സ്വദേശിയായ ഒരു പയ്യനും കൂടി ഈ കമ്പനി ബോംബെയിൽ നിന്ന് ഇവനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കപ്പലിൽ കയറ്റി. ഈ കപ്പലിനെ സൊമാലിയൻ കടക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്തോ മോചന ദേവിയൊക്കെ കൊടുത്ത് ഈ കമ്പനിക്കാർ കപ്പൽ മോചിപ്പിച്ചു. ഈ കപ്പൽ കെനിയയിൽ പോയി അടുത്തപ്പോൾ കെനിയൻ പോലീസ് ഈ കപ്പലിനകം പരിശോധിച്ചു. ഇതിന്റെ എഞ്ചിൻ റൂമിന്റെ ഉള്ളിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. അത് പിടിച്ചു. ഈ പയ്യനുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. പയ്യൻ ഇതിനകത്ത് സഹായിയായിട്ട് പഠിക്കാൻ പോയതാ. 2 പയ്യന്മാരുണ്ട്. യവന്മാർക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തമില്ല. ഈ കപ്പൽ ഓടിക്കുന്ന യവന്മാരും അല്ല. യവന്മാര് പറയുന്ന ജോലിയൊക്കെ പറഞ്ഞ് കേട്ട് കണ്ടോണ്ടിരിക്കുക, കണ്ടുപിടിക്കാൻ കയറിയതാ. യവന്മാരെ അങ്ങ് അറസ്റ്റ് ചെയ്തു. ഈ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും കെനിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോ ഈ പയ്യന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നു. അപ്പൊ എനിക്ക് സുഷമ സ്വരാജാണ് അന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി. അപ്പൊ ആ മഹത്വ വനിത നമുക്ക് പരിചയമില്ല. ആ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞോളൂ, ഞാൻ മഹാനാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് നേരിട്ട് വിളിക്കാനുള്ള പരിചയമില്ല, അങ്ങനൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന PJ കുര്യൻ സാറിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞ് ഞാൻ വേണ്ടത് ചെയ്യാന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ഈ പിതാവിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം വിദേശകാര്യ വകുപ്പായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അപ്പൊ വിദേശകാര്യ മന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ്. അദ്ദേഹം അപ്പൊ തന്നെ ഉടൻ തന്നെ എംബസിയിലേക്ക് വിളിച്ചു. ശ്രീമതി സുഷമ സ്വരാജിനെ വിളിച്ചു, എംബസിയിൽ വിളിച്ചു, എല്ലാം സംസാരിച്ചു. പിറ്റേ ദിവസം ഈ പരാതി പറഞ്ഞ അച്ഛന് എംബസിയിൽ നിന്നും കത്ത് വന്നു. നിങ്ങളുടെ മകന്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് കെനിയൻ ഇന്ത്യൻ എംബസി അറിയിച്ചു. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കെനിയയിൽ നിന്നും അവിടുത്തെ മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി, അദ്ദേഹം രഞ്ജിത്ത് എന്നാണ് പേര്, അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് മെയിൽ അയക്കുന്നുണ്ട് നിരന്തരമായി. അപ്പൊ അവരവിടെ ഭയങ്കര ശ്രമം നടത്തുക. മലയാളി സംഘടന ഈ പയ്യനെ ഇങ്ങനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കരമായ ശ്രമം നടത്തുകയാണ്. അവസാനം അവരാണ് പുറത്ത് കൊണ്ടുവന്നത്. അത് നിൽക്കട്ടെ, അവരൊരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും പാർട്ടി മാറുന്ന ഒരുത്തനുണ്ട്. കുറച്ചു ദിവസം കേരള കോൺഗ്രസിലായിരുന്നു, കേരള കോൺഗ്രസിലുണ്ടായിരുന്നു, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നെന്ന് പറയുന്നത്. അതിനിടയ്ക്ക് BJP-യിലായിരുന്നു. അങ്ങനെ 6 മാസത്തിൽ ഒരിക്കലും പാർട്ടി മാറും. അപ്പൊ ഇവന്റെ വീടും ഈ പയ്യന്റെ വീടും അടുത്താ. അവിടെ ചെന്ന് ഈ അച്ഛനോട് പറഞ്ഞു കൊടുത്തു, തിരുവനന്തപുരത്ത് ഒരു MP ഉണ്ട്, തിരുവനന്തപുരത്തല്ല ഒരു BJP-യുടെ MP ഉണ്ട്, പ്രധാനമന്ത്രി നേരിട്ടെടുത്തതാ എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ പരിചയം എന്ന് പറഞ്ഞാൽ ഇയാള് ചെന്ന് ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് വെക്കാൻ ഒരു IMAX ലൈറ്റ് വെച്ചു. അത് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി കൊടുത്തു അന്ന്, ഒരു IMAX ലൈറ്റ്. അപ്പൊ ഇവൻ പറഞ്ഞ ഈ അച്ഛനോട് പറഞ്ഞ് നിങ്ങൾ വാ, അയാളെ കൊണ്ട് കാണിക്കാം, അയാൾ പ്രധാനമന്ത്രിയുടെ അടുത്താളാ, മോനെ പെട്ടെന്ന് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഒരച്ഛനല്ലയോ, ആരെ കാലം വേണം പിടിക്കത്തില്ലയോ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. ഈ മനുഷ്യൻ അവിടെ ചെന്ന് തിരുവനന്തപുരത്ത് ചെന്നപ്പോ ഈ ഇദ്ദേഹം കാറിൽ ഇങ്ങനെ ഇറങ്ങി, രാജാവിനെ പോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കാറി കയറി. ഇത് ഈ രംഗം ഇമെയിലായി എനിക്ക് അയച്ചു തന്നത് കെനിയ മലയാളി സമാജത്തിന്റെ സെക്രട്ടറിയാണ്. ഈ അച്ഛനോടും പറയാം, ജീവിച്ചിരിപ്പുണ്ടല്ലോ.
അവിടെ ചെന്നു. അദ്ദേഹം ഒരു ഓടി കാറിലേക്ക് ഇങ്ങനെ കയറി അങ്ങോട്ട് ഇരുന്നു. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, എന്റെ മകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത് പറ്റി? മകൻ കെനിയയില് ജയിലിലായിപ്പോയി, കപ്പലിൽ ജോലിയായിരുന്നു. ഉടനെ ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നെ മോനെ ഇറക്കാൻ സഹായിക്കണം. എന്താണ് ചെയ്തത്? അവിടെ കപ്പലിൽ എന്തോ ഡ്രഗ്സ് പിടിച്ചില്ല അവനെ കൂടെ. എന്ത് ഡ്രഗ്സോ? ഐ ആം ഡെഡ്ലി അഗൈൻസ്റ്റ് ഡ്രഗ്സ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ് ഈ അച്ഛനെ ഓടിച്ചു വിട്ടിട്ട് കാറി കയറിയാൻ പോയി. അയാളൊക്കെ ജനപക്ഷത്ത് നിൽക്കും എന്ന് ടി വിയിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരെങ്കിലും മണ്ടന്മാരെ കൊണ്ട് പറ്റൂ? നമുക്ക് പറ്റൂല. ആ അച്ഛന്റെ കണ്ണുനീര് ഞാൻ കണ്ടതാ. അവസാനം കെനിയയിലെ മലയാളി സംഘടനകൾ ബുദ്ധിമുട്ടി അവര് കേസ് പറഞ്ഞ് ഈ പയ്യനെ അവിടുന്ന് മോചിപ്പിച്ചു ജയിലിൽ നിന്ന്. ഒരു രോമത്തിന്റെ ഉപകാരം ചെയ്തില്ല, ഒരു പുല്ല് വിലക്ക് ചെയ്തില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ആം ഡെഡ്ലി അഗൈൻസ്റ്റ്. അവൻ ഒന്നും ചെയ്തില്ല. ഡ്രഗ്സ് എന്ത് ചെയ്ത്? അവൻ പോയ കപ്പലിന്റെ ഒരു മൂലയ്ക്ക് അവൻ ഇരുന്നു. അതിന്റെ അങ്ങേയറ്റത്ത് കണ്ട് ഡ്രഗ്സ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവനെ പിടിച്ച് ജയിലിലിട്ടപ്പോ അവന്റെ അച്ഛനോട് പറയാം, ഐ ആം ഡെഡ്. കഞ്ചാവ് ലഹരി മരുന്നിനെ പറ്റി, ഡ്രഗ്സിനെ കുറിച്ച് എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എങ്ങനെ എന്റെ മുന്നിൽ വരാൻ കഴിഞ്ഞു? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇപ്പൊ പറയുന്നു ഞാൻ ജനപക്ഷത്താണ്. വോട്ട് കിട്ടാൻ പല പക്ഷവുമുണ്ട്. വോട്ട് കിട്ടാനുള്ള പക്ഷക്കാരെ നമ്മൾ സൂക്ഷിക്കണം എന്ന് എനിക്ക് ഈ നാട്ടുകാരോട് പറയാം. തട്ടിപ്പാണതല്ല, വെറും തട്ടിപ്പാണ്. ചാരിറ്റി എന്നൊക്കെ പറയുന്ന വെറും തട്ടിപ്പാണ്. അതിന്റെ അപ്പുറമുള്ള കഥകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. വളരെ മോശമാണ്. പറഞ്ഞാൽ നമ്മുടെ തൊലി പൊളിയുന്ന നാണം കെട്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത്. അത് ഒരു വ്യക്തിയെ പറ്റി അങ്ങനെ പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അറിഞ്ഞൂടാത്തോണ്ടല്ല, പറയാൻ അറിഞ്ഞൂടാത്തോണ്ട്. നല്ല ഭാഷയുണ്ട്, എങ്ങും കൊള്ളാതെ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കറിയാം. പക്ഷേ ജനങ്ങളെ പറ്റിക്കരുത് എന്ന് മാത്രമേ വേണം. ആ ശ്രമം നിങ്ങൾ പരാജയപ്പെടുത്തണം. കേരളത്തിൽ മത്സരം നടക്കുന്ന, ഇവിടെ നമ്മുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞ പോലെ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്, അല്ല BJPയുമായിട്ടും ഇന്ത്യയായിട്ടും അല്ല. നമ്മൾ TV കണ്ടാൽ അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനായ നരേന്ദ്രമോദി അദ്ദേഹം പറയുന്നു, മോഡിയുടെ ഗ്യാരണ്ടി. എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി ഉറങ്ങിയാൽ എണീക്കുമോ, നാളെ രാവിലെ എണീക്കുമോ എന്ന് നമുക്ക് ആരും ഉറപ്പില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഒരാൾ ഗ്യാരണ്ടി തരുന്നത്? ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയാലേ നാളെ രാവിലെ ഉണന്നെന്ന് പറയാൻ നോക്കൂ. ആ മനുഷ്യൻ എങ്ങനെ ഗ്യാരണ്ടി തരുമെന്നാണ് പറഞ്ഞത്? ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുകയാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയിലേക്ക്, ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു വ്യക്തിയിലെ ജനാധിപത്യ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ 150 കോടി ജനങ്ങൾ വസിക്കുന്ന, ഏതാണ്ട് 130 കോടി ജനങ്ങൾ കോട്ടവകാശമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഈ RSSകാരും BJPക്കാരും മനസ്സിലാക്കണം. ദേവിയത എന്റെ സുഹൃത്തുക്കളെ, ഈ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ നിഷ്കളങ്കരായ നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അടിമത്വത്തിലേക്ക് തള്ളരുത്. ഞാൻ കണ്ട ഒരു ദൃശ്യം എനിക്കുള്ള വേദന തോന്നി. ഒരു കാർ വന്നിരിക്കുന്നു, അതിലൊരു സൂപ്പർ സ്റ്റാർ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാറിന്റെ ഡോർ ഇങ്ങനെ തുറക്കുകയാണ്. അദ്ദേഹത്തിന്റെ 2 കാലും പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാല് നോട്ടെടുത്ത് കൊടുക്കുന്നു. സഹോദരിമാര് വന്ന് കാലിത്. എന്റെ പൊന്ന് സഹോദരിമാരെ, അഭിമാനമുള്ളവർക്ക് ഹിന്ദുവായി ജനിച്ചു എന്ന് പറഞ്ഞ് കണ്ടവന്റെ കാലി പിടിക്കേണ്ട ഗതികേടുണ്ടോ? നാണമില്ലാത്ത BJPക്കാരും പറയുന്ന കേട്ടോണ്ട് കണ്ടവന്റെ ഒക്കെ കാലി, അർഹതയുള്ളവന്റെ കാലിപ്പിടി. പണ്ട് ശ്രീ K കരുണാകരനോടൊപ്പം ഞാൻ അനേക വർഷം പറഞ്ഞു. എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹമാണ് മുൻകൈ എടുത്തത്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന് അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരാൾ തൊട്ടതുള്ളൂ. അപ്പൊ പറഞ്ഞു, ഗുരുവായൂരപ്പൻ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അതിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ലീഡർ എന്താ എപ്പോഴും ഇങ്ങനെ ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹിക്കാൻ എന്ത് യോഗ്യത? നമ്മുടെ കാലത്ത്, മനുഷ്യന്റെ കാലിൽ തൊട്ടുവിടാൻ മനുഷ്യൻ ആരാണ്? ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ പൈസ എത്ര, ഒരു 1000 വെച്ചെങ്കിലും, ഒരു കാലിത്തോടല്ല 1000 രൂപയെങ്കിലും കൊടുത്തു കാണും, അല്ലെങ്കിൽ 500 കൊടുത്തു കാണും എന്ന് ഞാൻ വിചാരിച്ചു. വലിയ സൂപ്പർ സ്റ്റാറാണ്, കോടീശ്വരനാണ്, വലിയ പൈസ ഉണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പെൻഷനൊക്കെ. അമ്മച്ചി പിണറായി വിജയൻ പെൻഷൻ തന്നില്ല, ഇനി അടുത്ത 1.5 കൊല്ലത്തേക്ക് TV വരണം കേട്ടോ. TVയിലെ സോഷ്യൽ മീഡിയയിൽ വന്നാൽ മാത്രമേ അദ്ദേഹം സംഭാവന കൊടുക്കത്തുള്ളൂ. അടുത്ത 1.5 കൊല്ലത്തേക്ക് അമ്മച്ചിയുടെ പെൻഷൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പ്രസംഗിക്കുന്ന ഒരു കരുവണ്ണൂർ ബാങ്കിന്റെ കേസ് വന്നോ പറഞ്ഞത്. എല്ലാ സഹകരണ ബാങ്കിലുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക അടച്ചു കൊടുത്തിട്ടുള്ള മഹാനാണ് ഞാൻ. കരുവണ്ണൂർ ബാങ്കിന്റെ പറഞ്ഞൊരു ജാഥ ഉണ്ടായിരുന്നു. ജാഥയുടെ അവസാനം ജീപ്പിലായിരുന്നെങ്കിൽ ആളെ കട്ടി സച്ചറിൽ എടുത്തുകൊണ്ട് വേണ്ടി വന്നേനെ. ജീപ്പിൽ സമരഭടൻ ഇറങ്ങിയതാണ്. അവസാനം സമരഭടൻ ഇറങ്ങിയിട്ട്, സമരഭടൻ എയർ കണ്ടീഷൻ മുറി ഇരുന്നിട്ട് കൊണ്ട് ഇറങ്ങി വന്നതാണ്. സമരഭടൻ കുറച്ചങ്ങോട്ട് വേർത്ത് മഴയും കൂടെ നനഞ്ഞപ്പോഴത്തേക്കും സമരഭടന്റെ അണ്ടകടാകം ഇളകിപ്പോയി. സമരഭടൻ അവസാനം ജീപ്പിന്റെ കാരിയറി പിടിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. പിന്നെ അതിലിരുന്ന് പോയാൽ പോലെ. എന്നാൽ ആദ്യമേ ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാരെ മനസ്സിലാക്കണ്ടേ, നമ്മളൊരു തുറന്ന ജീപ്പിന്റെ മേളിൽ ഇരുന്നിങ്ങി വന്നാൽ വേട്ടക്കാരനാന്ന് വിചാരിക്കും, അങ്ങ് പൊയ്ക്കോളൂ എന്ന് വിചാരിക്കണം. പഴയ തമിഴ് സിനിമയിലൊക്കെ വേട്ടക്കാരൻ ഇരിക്കുന്ന ജീപ്പിന്റെ ഫ്രണ്ടില. അപ്പൊ ബോണറ്റിന്റെ പുറത്തിരുന്നങ്ങ് പോയാൽ മതിയായിരുന്നു. പരമാവധി മോട്ടോർ വെഹിക്കിളുകാർ ഒരു കേസ് എടുക്കും, മോട്ടോർ സൈക്കിളിന്റെ ബോണറ്റിന്റെ പുറത്തിരുന്നും പറഞ്ഞു. എത്ര കേസാ?
പോണ്ടിച്ചേരി കൊണ്ടുവന്ന് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് കണ്ടവന്റെ വീട് എന്റെതാണെന്നും പറഞ്ഞ് ടാക്സ് വെട്ടിച്ചിട്ട് അത് ഇതുപോലെ മറ്റേ ഇൻഷുറൻസ് പോലെ സാധനമാണത്. ഇൻഷുറൻസ് എടുത്ത ഒരാളെ പറ്റി ഞാൻ പറഞ്ഞല്ലേ, കുഞ്ഞിന്റെ ഇൻഷുറൻസിന് വേണ്ടി മരിച്ചുപോയ കുഞ്ഞിനെ വിറ്റ് എന്തും വിൽക്കും. സെന്റിമെന്റ്സ്, അച്ഛൻ അമ്മ എന്തൊക്കെയാണ് അപ്പനെ, ബാക്കിയുള്ളവർക്കൊന്നും അച്ഛനും അമ്മയില്ലേ? അമ്മയുടെ സ്നേഹമുള്ള ആളാണോ ഒരു രാജാവിനെ പോലെ? എന്നിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയട്ടെ, ഞാനത് കഴിഞ്ഞ് TN പ്രതാപനെ കണ്ടോ ചോദിച്ചു, പ്രതാപ നല്ല പൈസ 1,500 രൂപ വെച്ച് കൊടുത്താണുമല്ലോ ഒന്നും. പ്രതാപൻ പറഞ്ഞു, ഗണേഷ് കുമാർ അങ്ങനല്ല, ഡൽഹിയിലെ ഒരു ബാങ്കിൽ നിന്ന് 10,000 രൂപയ്ക്ക് 1 രൂപ തൊട്ട് മാറിയത്, 1 രൂപ നോട്ട്. ഈ 1 രൂപ നോട്ട് ഇപ്പോൾ ഇവിടെ കിട്ടത്തില്ല, തുട്ടേ കിട്ടത്തുള്ളൂ. ഈ നോട്ട് എവിടെയും കിട്ടുന്നില്ല. അങ്ങനെ 1 രൂപ നോട്ട് മാറി 10,000 രൂപയ്ക്ക്. അപ്പൊ വിമാനത്തിൽ ഒരു 1 ലക്ഷം രൂപ കൂടുതലൊന്നും വെട്ടി വെച്ച് കൊണ്ടുവരാത്തില്ല. 10,000 രൂപയ്ക്ക് പുള്ളി അവിടെ ഒരു ബാങ്ക് മാനേജറെ വിളിച്ചു പറഞ്ഞ് റിസർവ് ബാങ്കിനും കണ്ട് MPയുടെ സ്വാധീനം ഉപയോഗിച്ച്, അന്ന് MPയാ 6 കൊല്ലം MP ആയിരുന്നു. അതിപ്പോ ഇവിടെ ഉള്ളവർ മറന്നു പോയിരുന്നു. 6 കൊല്ലം നോമിനേഷൻ പോലും കൊടുക്കാതെ 10,000 രൂപ കെട്ടിവെക്കാതെ പ്രധാനമന്ത്രി നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ ഇദ്ദേഹം MP ആയിരുന്നു. ഇദ്ദേഹം 1 രൂപ, ഞാൻ നാണം കെട്ടി RSSകാരും BJPക്കാരും ഇത്രയും നമ്മുടെ സ്ത്രീത്വത്തെ, നമ്മുടെ അമ്മമാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാറിൽ രാജാവ് ഇരിക്കുകയാണ്, കാല് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വന്ന് എല്ലാവരും കൊടുത്തു. ഇത് എത്ര കൊടുത്തെന്ന് പ്രധാനം പറഞ്ഞപ്പോഴേ അറിഞ്ഞു, 1 രൂപയാ. 1 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരെയും ഈ ആളുകളെ കാലെ പിടിപ്പിക്കുന്ന ഏത് ഭാരത സംസ്കാരം? എനിക്ക് മനസ്സിലായില്ല. ഭാരത സംസ്കാരമാണെന്നാണ്. ഭാരത സംസ്കാരം ഇതാണ്. വിഷുവിന്റെ അന്ന് 1 രൂപയും കൊടുത്തേച്ച് രാജാവ് വണ്ടിയിരുന്ന് കാല് പുറത്തോട്ട് വെച്ചേക്കുന്നത്, അതിൽ നിന്ന് ക്യൂ ആയിട്ട് നിന്നിട്ടാണ് തൊട്ട് വീഴുന്നത്. എന്റെ സഹോദരിമാരെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, എനിക്ക് വളരെ ദുഃഖമുണ്ട് കേട്ടോ. പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ പറഞ്ഞല്ലോ, K. കരുണാകരന്റെ കാലിൽ തൊട്ട് വീഴുമ്പോൾ അദ്ദേഹം പറയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹം ചൊരിയുക ആൾക്കാർക്ക്. അപ്പൊ കാണാം അമ്മയോടും അച്ഛനോടും, എല്ലാ അമ്മമാരും അച്ഛന്മാരും എന്റെ അമ്മയെ പോലെയാണ്. അപ്പൊ എന്താ, ഒരമ്മ വരുന്നു, മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിനിമയെ കണ്ട്. അപ്പൊ ഇദ്ദേഹം അമ്പലത്തിൽ പോകാനായിട്ട് വരുക, ഒരു വലിയ രാജാവിന്റെ വേഷം കിട്ടും. തൊട്ടശുദ്ധമാക്കരുത്. അമ്പലത്തിൽ പോകാൻ പോകുന്ന പുണ്യമാനായ എന്നെ ഈ കിളവി അശുദ്ധമാക്കാൻ വരികയാണോ? പുറമോട്ട് വയ്ക്കുക. ആ അമ്മച്ചിയുടെ വോട്ട് വേണോ? ഞാൻ അറിഞ്ഞാത്തോണ്ട് ചോദിക്കുക. അവരൊന്ന് കയ്യിൽ പിടിച്ചാൽ ഉരിയിൽ പോകുന്ന അശുദ്ധമാകുന്ന ആ അമ്മയുടെ വോട്ട് വേണോ? അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, NDA സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെയും ഫോട്ടോയുടെയും പേരിന്റെ സൈഡിലുള്ള ആ സ്വിച്ചിൽ തൊട്ട് ദയവ് ചെയ്ത് അദ്ദേഹത്തെ അശുദ്ധനാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അശുദ്ധിയെ മനുഷ്യൻ തൊട്ടാൽ ഷേക്കാൻ്റെ കൊടുക്കല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷേക്കാൻ്റെ കൊടുക്കത്തില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യം നമ്മളിലേക്ക് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അത് എനിക്കൊരു ഐശ്വര്യം കാണത്തില്ല. രാവിലെ എണീച്ച ഒരു 150 ഷേക്കാൻ്റെ എങ്ങനെ കൊടുക്കും മിനിമം. ഷേക്കാൻ്റെ കൊടുക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? ഷേക്കാൻ്റെ കൊടുക്കത്തില്ല. ഷേക്കാൻ്റെ കൊടുത്താൽ ശക്തി അങ്ങോട്ട് ഒഴുകുന്നു. എന്തോ ഒരു ശക്തിയാണെന്നറിയാം, തേജസ് മരിച്ച വീട്ടിൽ പോകത്തില്ല. ഇപ്പൊ ഇലക്ഷൻ ആയിട്ട് പോകുമായിരിക്കും. എന്റെ അച്ഛൻ മരിച്ചിട്ട് 16 കഴിഞ്ഞാൽ വന്നേ വീടിനെ വെളിയിൽ വന്ന് ഷാഷു എന്നൊക്കെ കാണിച്ചിട്ട് അകത്തോട്ട് കയറി. കാരണം വെച്ചാൽ ഈ 16 കഴിഞ്ഞാൽ പ്രേതാത്മാവ് അവിടുന്ന് പോകും അവരുടെ ദേഹത്ത്. മരിച്ച വീട്ടിലെ അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. 16 കഴിഞ്ഞാൽ പ്രേതാത്മാവ് അങ്ങ് പോകും. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് വരാം. 16 മുമ്പ് വീട്ടിൽ കയറൂല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് മരിച്ച വീട്ടിലേക്ക് കയറുമായിരിക്കും കേട്ടോ. വോട്ടിന് ഇത് ബാധകമല്ല. ഈ അന്ധവിശ്വാസങ്ങൾ വോട്ടിന് ബാധകമാണോ? അല്ല. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഇത് ആരോടാണ് ഈ അഭിനയം? എവിടെ അഭിനയിക്കണം? ക്യാമറ മുമ്പിൽ അഭിനയിക്കണം, വീട്ടിലും അഭിനയിച്ചോ, നാട്ടുകാർ മുമ്പിൽ അഭിനയിക്കുന്ന നിർത്തിക്കൊണ്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ സംഘികൾ റെഡിയായിക്കോ, ബാക്കി കൂടി വരും. വിത്ത് തെളിവ്. ചുമ്മാ ഒന്നും ഗണേഷ് കുമാർ പറയത്തില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. വെറുതെ മറുനാടനെ കൊണ്ടൊന്നും എഴുതിച്ച് പറയിച്ചും മുഖ്യമന്ത്രിയുടെ ആളായത് കൊണ്ടാണല്ലോ എന്നെ ചീത്ത പറയുന്നത്. കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാനിതൊന്നും വായിക്കാറില്ല. എല്ലാ സംഖ്യകളും മനസ്സിലായിക്കോ. ഗണേഷ് കുമാറിന് ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല, ആകെ ഒരു ഫോണാ, എടുക്കും വയ്ക്കും, ഒരു സാധനമില്ല. ആകെ ഒരു ഇമെയിൽ ഉണ്ട്. സർക്കാർ മന്ത്രിയായപ്പോൾ ഒരു ഇമെയിൽ തന്നെ, അത് ഞാനല്ല തുറക്കുന്ന, ഓഫീസിലാണ്. എനിക്ക് എൻ്റെ ഫോണുണ്ട്, എനിക്ക് വാട്സാപ്പില്ല, ഫേസ്ബുക്ക് ഇല്ല, സോഷ്യൽ മീഡിയ സൈറ്റുകളൊന്നുമില്ല. ഞാനതൊന്നും വായിക്കാറുമില്ല, ഞാനൊട്ട് നോക്കാറുമില്ല. അതുകൊണ്ട് അവിടെ തെറി എഴുതിയെന്ന് വെച്ച് ഞാൻ കാണുന്നു. ആരാണ്ട് എന്നോട് പറഞ്ഞാൽ എനിക്കൊരു കുന്തവുമില്ല. ഈ തെറി എന്നൊക്കെ പറയുന്ന കേട്ട് തഴമ്പിച്ചതാ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പട്ടുമെത്തയിലൂടെ നടക്കാമെന്നും 3.5 കോടിയുടെ കാറിൽ വോട്ട് ചോദിച്ചു വരാമെന്നും വിചാരിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല ഞാൻ ഒരു കാപട്യവും കാണിച്ചില്ല. നിങ്ങളവിടെ കേരള രാഷ്ട്രീയത്തിൽ നിറമുള്ള വസ്ത്രം രാഷ്ട്രീയക്കാരന് അണിഞ്ഞു തുടങ്ങിയത് ഗണേഷ് കുമാർ 2001 കേരളത്തിന്റെ നിയമസഭയിൽ വന്നതിന് ശേഷമാണ്. സത്യമല്ലേ? ആലോചിച്ചു. അന്ന് എല്ലാരും വെള്ളയാ.
ഞാൻ ആദ്യം ഇലക്ഷൻ നിൽക്കാൻ വരുമ്പോൾ എന്റെ അച്ഛനോട് എല്ലാവരും പറഞ്ഞു, സാറേ കതറിടാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അപ്പൊ പറഞ്ഞു കതറൊന്നും വേണ്ട, ഇത് മതി എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ എല്ലാവരും കാണുന്ന വേഷമല്ല. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചടാ കതറിടണമെന്ന് അവർ പറയുന്നല്ലോ എല്ലാവരും. ഞാൻ പറഞ്ഞു, അച്ഛാ എന്നെ നീ എന്നൊരു കാര്യം കതറിടാൻ വയ്യെങ്കിൽ വെള്ളയെങ്കിലും ആക്കാൻ പറയുന്നവർ. ഞാൻ പറഞ്ഞ അച്ഛാ എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളത് കളറുള്ള ഉടുപ്പും പാന്റും ജീൻസും ഒക്കെ ഇട്ട് നടക്കുന്ന ആളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഒരു കള്ളന്റെ വേഷം കിട്ടിയാൽ ഒരു കള്ളൻ വരുന്നു എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് അത് വേണ്ട, ജയിച്ചാലും തോറ്റാലും ഈ കളർ ഉടുപ്പ് മതി എന്ന് പറഞ്ഞു. ആ കളർ ഉടുപ്പ് ഇന്ന് കേരള ഈ സ്റ്റേജിലേക്ക് നോക്കും, എല്ലാവരും കളർ ഉടുപ്പാണ്. രാഷ്ട്രീയക്കാരവരെല്ലാം മിക്കവാറും എല്ലാവരും കളർ ഉടുപ്പാണ്. നിയമസഭയിലിട്ട് നോക്കിയാൽ നല്ല വർണ്ണശവളമാണ്. പഞ്ചായത്ത് മെമ്പർമാർ വനിതാ മെമ്പർമാരൊക്കെ വരും പറയും, ഞാൻ പറയും നല്ല സാരി ഉടുക്കണം, നല്ല ബ്ലൗസ് ഇടണം, നല്ല വൃത്തിയായിട്ട് മുടിയൊക്കെ ഒരുക്കി വെച്ച് അടിപൊളിയായിട്ട് നടക്കണമെന്ന് ഞാൻ പുരുഷന്മാരോടും പറയും സ്ത്രീകളോടും പറയും. കാരണം വെച്ചാൽ വൃത്തിയോടെ കാണാം. പഞ്ചായത്ത് മെമ്പർ പഴയ പോലെ കീറിയ ഉടുപ്പൊക്കെ ഇട്ടുണ്ടെന്ന് അവന് വേലി കുളിച്ചിട്ട് വന്നൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. കാലം മാറിയിരിക്കുന്നു. ഏതാ പണ്ടൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആണി അടിച്ചു വയ്ക്കും. പുതിയ കളർ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ നേരെ മതിലോട്ട് ചാരി ചെയ്തിട്ട് ഒരു കിറക്കം. എന്നിട്ട് ആളുകൾ അയ്യോ പാവം നേതാവ് കീറിയ ഉടുപ്പൊക്കെ ഇട്ട് പോകുന്നു. ഇത് രാവിലെ അവൻ മനഃപൂർവ്വം ആണി അടിച്ചു വെച്ച് കീറിയാന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവും, അവന് മാത്രമല്ലേ അറിയാം, വീട്ടിലുള്ളവർക്ക് അറിയാം. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ഇവിടെ ഒരാൾ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. എന്തിനാന്ന് മനസ്സിലായില്ല. ഈ പുള്ളി പണ്ടൊന്ന് പരീക്ഷിച്ചിട്ട് പോയതില്ല. ഈ പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് MLA ആയി. കോൺഗ്രസിനെ രക്ഷിക്കുക എന്റെ ചുമതലയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ KPCയുടെ ഏത് തീരുമാനവും ഹൈക്കമാൻഡ് ഏത് തീരുമാനം ഞാൻ സ്വീകരിക്കുന്നവരാണ്. ഇയാളല്ലയോ DIC ഉണ്ടാക്കിയത്. കോൺഗ്രസ് വളർത്തി DIC ഉണ്ടാക്കി. ആ DIC ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം NCPയിൽ പോയി. DIC ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി കോടികൾ പിരിച്ച് അന്ന് DICയിൽ പോയ ഒരു നേതാവാണ് അന്തരിച്ച TM ജേക്കബ് സാർ. അദ്ദേഹം പിന്നീട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഉണ്ടാക്കി തിരിച്ചു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കൂടെ ചേർന്ന് പിരിച്ച പൈസയ്ക്ക് തിരുവനന്തപുരം വികാസ് ഭവന്റെ മുമ്പിൽ കെട്ടിടം വെച്ചിട്ടുണ്ട്. അതിന്റെ വാടക ആരാ വാങ്ങിക്കുന്നത്? അന്ന് ശരത് പവാറിന്റെ NCPയിൽ പോയി ചേർന്നിട്ട് ശരത് പവാറിനെ സ്വാധീനിച്ച് ഒരു ചാനലിന് വേണ്ടി ലൈസൻസ് വാങ്ങിച്ചെടുത്തു. ആ ലൈസൻസ് അല്ലേ ശ്രീ ഗോകുലം ഗോപാലിന് മറിച്ചു കൊടുത്ത് ഫ്ലവേഴ്സ് ചാനലായി മാറിയത്. അതിന്റെ ബാക്കി പൈസ എന്ത് ചെയ്യും? ഇതാണോ രാഷ്ട്രീയം? തിരുവനന്തപുരത്ത് റെഡി, അവിടെ നിന്ന് വട്ടിയൂർക്കാവിന് ജയിച്ചു. അപ്പൊ വടകരയ്ക്ക് വിളിക്കുന്നു പറഞ്ഞു, KPC പറഞ്ഞാൽ ഞാൻ എവിടെയും പോകുന്നു പറഞ്ഞ് അവിടെ പോയി. ആരാ? ഈ കോൺഗ്രസിനെ പിളർത്തി NCPയിൽ പോയി DIC ഉണ്ടാക്കി NCP പോയി കറങ്ങി തിരിഞ്ഞ് കാല് പിടിച്ച് കൈ പിടിച്ച് അകത്ത് കയറിയിട്ട് ഇപ്പം രാജാവിനെക്കാരും വലിയ രാജഭക്തിയാണ്. അവിടെ ചെന്ന് ജയിച്ചു. അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് നേമത്തോടെ ഇലക്ഷൻ ഉണ്ട്. വിട്ടോ അങ്ങോട്ട് റെഡി. അത് കഴിഞ്ഞ് ഇപ്പൊ വടകരയ്ക്ക് ചെന്നു. അവിടെ നിന്ന് തോറ്റ് വടകരയ്ക്ക് എന്ന് പറഞ്ഞു. എന്നാ തൃശ്ശൂർ പോയി. റെഡി. ചില കോൺഗ്രസിലെ ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് കേട്ടോ. ഈ ഇലക്ഷനിൽ നിന്ന് ജയിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ഇതിനകത്തൊരു കച്ചവടം. ഇവരൊക്കെ നന്നായി നല്ല പുസ്തകത്തിൽ ഒരു ബുക്ക് കാണും, ഒരു ഡയറി. ആ ഡയറിക്കകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് സംഭാവന കൊടുക്കുന്ന എല്ലാ പണക്കാരുടെയും പേരും ഫോൺ നമ്പറും കാണും. ഇത് കളഞ്ഞു കിട്ടി ഒരല്പം തൊലിക്കട്ടികളുണ്ടെങ്കിൽ ആർക്കും കോടീശ്വരനാവാം. നമ്മൾ പറയില്ലേ അമിതാഭ് ബച്ചന്റെ പരിപാടി കോൻ ബനേഗ കോർപതി എന്ന് പറഞ്ഞാൽ ഈ ഡയറി കിട്ടിയാൽ മതി. ഈ ഡയറി തുറക്കുക, ഒരു നാണമില്ലാതെ വിളിച്ച് ചോദിക്കുക, സംഭാവനകൾ വാങ്ങിക്കുക. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു 5-6 കോടി രൂപ 7 കോടി രൂപ ബാങ്കിൽ കാണും. NDAയുടെ സ്ഥാനാർത്ഥികളുടെയും പരിപാടി ഇതൊക്കെ തന്നെ. മുഴുവൻ പൈസയും ഡൽഹിയിൽ നിന്ന് നിലവാക്കും. ഇവിടെ കിട്ടുന്നതെല്ലാം നമ്മളെ കല്യാൺ ജ്വല്ലറിയിലെ സ്വാമിയൊക്കെ കൊണ്ടുവന്ന് സംഭാവന കൊടുക്കാം. പ്രധാനമന്ത്രിയുടെ അടുത്ത ആളല്ലേ. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അമ്മച്ചിക്ക് 1.5 കൊല്ലത്തെ പെൻഷൻ ഞാൻ തന്നിരിക്കുന്നത്. കരുവണ്ണൂർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുടെ 2 ലക്ഷം രൂപ ഞാൻ അടച്ചു കൊടുക്കും. എന്നാ എല്ലാവരെയും അടച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, കരുവണ്ണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സഹകരണ സ്ഥാപനത്തിൽ എന്തെങ്കിലും പാളിച്ച ഭരണകർത്താക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതും സഹകരണ വകുപ്പിന്റെ കീഴില് കേരള സർക്കാരിന്റെ ഗ്യാരണ്ടിയോടെയാണ്. ആ ധൈര്യത്തിലാണല്ലോ ആളുകൾ പൈസ ഇടുന്നത്. ഇവിടെ NDA ഇറങ്ങി കരുവണ്ണൂർ ബാങ്ക് എന്ന് പറഞ്ഞ നാട് മുഴുവൻ പ്രധാനമന്ത്രി പോലും ഒരു ലജ്ജയുമില്ലാതെ പറയുന്നു. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, ഈ വർഷത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു. ഈ വർഷത്തെ സഹകരണ ഡെപ്പോസിറ്റ് സമാഹരണം അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ടാർഗറ്റ് ചെയ്തത് 17 കോടി, വന്നു ചേർന്നത് 26,000 കോടി. സഹകരണ മേഖല തകർന്നോ? കേരളത്തിലെ സഹകരണ മേഖലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുണ്ടോ? 17 കോടി പിരിക്കണം, 17,000 കോടി പിരിക്കണം എന്ന് പറഞ്ഞു. വന്നു ചേർന്നത് 26,500 കോടി രൂപയാണ്.
പണി നടന്നില്ല എന്ന് മനസ്സിലായല്ലോ. ഈ സഹകരണ മേഖലയെ തടക്കാനുള്ള പടി ആദ്യം നോട്ട് നിരോധനം, അതിലൂടെ സഹകരണ മേഖലയെ തകർക്കുക. കേരളത്തിലെ സഹകരണ മേഖല ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു, കൂടുതലും UDF-ന്റെ കൂടെയും ഉണ്ട്. കർഷകന്റെ ആശ്രയമാണ്. മലയാളിയുടെ കേരളീയന്റെ നടുവൊടിക്കുക എന്നുള്ളതാണ് മോഡി സർക്കാരിന്റെ എക്കാലത്തെയും ഉദ്ദേശം. അതിനുവേണ്ടിയാണ് കേരള ഗവൺമെന്റിന് നൽകേണ്ട, കേരളത്തിലെ ഗവൺമെന്റിനല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശപ്പെട്ട, കേരളത്തിലെ ഗവൺമെന്റിനല്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ട കേന്ദ്ര വിഹിതം തടഞ്ഞു വെച്ചത് കേരളത്തിലെ ജനങ്ങളെ വീർപ്പുണ്ടിക്കണം. അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവും പിണറായി വിജയനെയോ അദ്ദേഹത്തിനോടുള്ള മന്ത്രിമാരെയോ MLA-മാരെയോ ഒന്നും ഞെരിക്കാൻ വേണ്ടിയല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഞെരിക്കാൻ വേണ്ടിയല്ല. പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനും കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും നെല്ല് കർഷകന് അവന്റെ ആശ്വാസധനവും എല്ലാം കൊടുക്കുന്നത് തടഞ്ഞു വെച്ചത് ഈ NDA എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്ക് വോട്ട് ചെയ്തില്ല, അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന, നമ്മൾ പഠിച്ച ഒരു പാഠമുണ്ട്, മതേതരത്വത്തിന്റെ പാഠം. ജാതി ഭേദങ്ങളെ പറ്റി ചിന്തിച്ചുള്ള മതദ്വേഷങ്ങളില്ലാത്ത മനുഷ്യൻ, അതാണ് കേരളം. ആ മണ്ണാണിത്, ആ ഭൂമിയാണിത്. ഇവിടെ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും കഴുത്ത് ഞെരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ കഴുത്തി പിടിക്കാന്ന് പറഞ്ഞാൽ ജനങ്ങളെ കഴുത്തി പിടിക്കണം. ആ കഴുത്തിൽ പിടിക്കുമ്പോൾ ഇന്ത്യക്കാർ മനസ്സിലാക്കണം, കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മഹത് വ്യക്തി മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും മണ്ണ് വാരി തിന്നാലും കണ്ടവന്റെ മുമ്പിൽ തല കുനിക്കില്ല, തോറ്റ് പിന്മാറില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് മലയാളി. ആ മലയാളി ഇത് ബീഹാറിൽ ചെന്ന് പാവങ്ങളെ പേടിപ്പിക്കാം, ഗുജറാത്തിൽ ചെന്ന് മതന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കാം, രാജസ്ഥാനിൽ ചെന്ന് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ പേടിപ്പിക്കാം, പള്ളികൾ അടിച്ചു തകർക്കാം, മണിപ്പൂരിൽ പോയി ആളുകളുമായി ഏറ്റുമുട്ടി പരസ്പരം കലയിപ്പിച്ച് മനുഷ്യൻ, കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും അമ്മമാരും അമ്മൂമ്മമാരും വരെ പരസ്പരം കലഹിച്ച് വെട്ടിമരിക്കുന്ന കാഴ്ച കണ്ടിട്ട് നിശബ്ദനായി മിണ്ടാതിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇനിയും ഇന്ത്യക്ക് വേണമോ എന്ന് കേരളത്തിലുള്ള ജനങ്ങൾ ചിന്തിക്കണം. മണിപ്പൂരിൽ അടിക്കല്ലേ മനുഷ്യനെ കൊല്ലുകയാണ് ജാതിയുടെ പേരിൽ. ഗുജറാത്തിൽ ഇത് തന്നെയല്ലേ, അന്നത്തെ മുഖ്യമന്ത്രി കണ്ടില്ല എന്നടിച്ചു. ജാതിയുടെ പേരിൽ ഗർഭപാത്രത്തിൽ പെടുന്ന കുഞ്ഞിനെ വരെ ശൂലം കൊണ്ട് കുത്തി പുറത്തെടുത്തപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു. അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ലജ്ജാകരമായ സംഭവമാണ്. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും ലജ്ജിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാവട്ടെ, ബ്രാഹ്മണനാകട്ടെ, ആരുമാകട്ടെ, ഇന്ത്യയിലെ ദളിതനാകട്ടെ, ഇന്ത്യയിൽ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും ലജ്ജ കൊണ്ട് തലകുനിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ തലകുനിക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ആലോചിക്കുക. നമ്മൾക്ക് തലയുയർത്തി എന്നുകൊണ്ട് മതേതരത്തിന് വേണ്ടി പോരാടാൻ, അടിയുറച്ച നിലയിൽ നിൽക്കാൻ, കൂറുമാറുന്നവരും പണച്ചാക്കുകളുടെ ചാക്കിൽ കയറാത്തവരുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം 20 സീറ്റിലും എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ 20 സീറ്റുകളിലും ചരിത്രം തിരുത്തിക്കൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചരിത്രം പറ്റിപ്പോയ തെറ്റ് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സുനിൽകുമാർ നമ്മളിൽ ഒരുവനാണ്, പാവപ്പെട്ടവരിലും സാധാരണക്കാരോടൊപ്പം ജീവിക്കുന്നവനാണ്. എല്ലായിടത്തും നമ്മുടെ ആവശ്യത്തിന് വിളിച്ചാൽ ഉടയാത്ത വസ്ത്രമായി വരുന്നവനല്ല സുനിൽകുമാർ. അപ്പൊ തന്നെ മുണ്ട് മടക്കി കുത്തും, ഇടയ്ക്ക് മുണ്ട് മടക്കി കുത്തും അപ്പൊ തന്നെ. ആ സുനിൽകുമാറിനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ഒരു തിരക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ മുണ്ട് മടക്കി കുത്തുന്നു. ആ മുണ്ട് മടക്കി കുത്തി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന പാവപ്പെട്ട സുനിൽകുമാർ, സാധാരണക്കാരനായ സഖാവ് സുനിൽകുമാർ, വിദ്യാസമ്പന്നനായ സുനിൽകുമാർ, മാന്യതയോടെ പെരുമാറാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ എപ്പോഴും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മറ്റേ എടുക്കാൻ വരുന്നതല്ല, പിന്നെ KPC പറഞ്ഞുകൊണ്ട് വന്നതുമല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ നമ്മളോടൊപ്പം ജീവിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ, സാധാരണക്കാരായ ഒരു കർഷകനായ സുനിൽകുമാറിനെ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മതേതരത്വ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഭാരതത്തിൽ നഷ്ടപ്പെടുത്താൻ, ഇന്ത്യയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുനിൽകുമാറിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അഭിനയവും തട്ടിപ്പും ഒക്കെ തട്ടി മാറ്റിക്കും. ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, സുനിൽകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പോകണം. കേരളത്തിന്റെ ശബ്ദം, മതേതരത്തിന്റെ ശബ്ദം, ഇടതുപക്ഷത്തിന്റെ ശബ്ദം, സാധാരണക്കാരന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിക്കേക്കാൻ സുനിൽകുമാറിനെ അനുഗ്രഹിക്കണം, വിജയിപ്പിക്കണം. അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. വൻ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സഹായിക്കണം എന്ന അഭ്യർത്ഥനയോടെ
ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.